കേട്ടുകൊള്ളുക. ഗണിതാർത്ഥത്തിൽ നിന്നും ആർക്കും വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ദേവദാസിയല്ലിത്. ഇവൾ എൻ്റെ മകൾ വൈശാലി. ആരാണ് നീ? ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ വൈശാലി, ഒരു സ്ത്രീയാണ്. സ്ത്രീയോ? ഏതു ജന്തുജാലകത്തിലും പോലെ മനുഷ്യരിലും സ്ത്രീയും പുരുഷനുമുണ്ട്. പിന്നെ നപുംസകവും. എല്ലാം പഠിപ്പിച്ചു തന്ന കൂട്ടത്തിൽ എന്തേ ഇതുമാത്രം അച്ഛൻ പഠിപ്പിച്ചില്ല എന്നുണ്ടോ? കുറഞ്ഞ പക്ഷം കുമാരനൊരു പുരുഷനാണെന്നെങ്കിലും. അതെന്തെങ്കിലും ആകട്ടെ, നീ എങ്ങനെ ഇവിടെ വന്നു? എല്ലാവരും കുമാരനെ പോലെ ആശ്രമവനത്തിന് നടുവിൽ കഴിയുന്നവരല്ല. ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ എവിടെയും ചുറ്റി സഞ്ചരിക്കാനുള്ള അനുവാദമുണ്ട്. പ്രകൃതി ആസ്വദിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. സ്വാതന്ത്ര്യം? ഇതിനു പുറത്ത് വലിയൊരു ലോകവും മനുഷ്യ സഞ്ചയങ്ങളുമുണ്ട്. ജനങ്ങൾ പറയാറുണ്ട്, വിഭാണ്ഡൻ മഹർഷി പുറം ലോകവുമായുള്ള ബന്ധമർത്ത് തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഋഷ്യശൃംഗകുമാരനെ കുറിച്ച്. പുറം ലോകം എന്തിന് എന്നെ കുറിച്ച് പറയണം? കുണ്ടല ലോകത്ത് കഴിയുന്ന തവളയുടെ കാര്യവും അത് തന്നെ. ശരി, കുമാരന്റെ ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി ജോലികളിൽ ഏർപ്പെട്ടോളൂ. ഞാൻ ഈ പ്രകൃതി സൗന്ദര്യം ഒന്ന് ആസ്വദിക്കട്ടെ. ഏയ്, എന്താ ഈ കാണിക്കുന്നത്? പരമാത്മാവിനെ അറിയുന്ന മുനികുമാരന് പരമാത്മാവിന്റെ സൃഷ്ടി വൈഭവം കണ്ട് ആസ്വദിക്കാൻ കഴിയാതെ പോയി. ശോ, കഷ്ടം. ആസ്വാദനം? നിന്റെ ഈ ആസ്വാദന രീതികൾ വിരോധമില്ലെങ്കിൽ എന്നെ കൂടി പഠിപ്പിക്കുമോ? വിദ്യകൾ ഗുരുമുഖത്ത് നിന്നാണ് ആർജിക്കേണ്ടത്. കുമാരന്റെ ഗുരുവാകാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്നറിയില്ല. എന്നാലും എന്നാലാകുന്നത്. ഇതാ, നടരാജഗുരുവിന്റെ തിരുവരങ്ങാണ് ഭൂമി. ആദ്യം ഭൂമി നമസ്കാരം. അങ്ങനെയല്ല, ദാ ഇങ്ങനെ. ആശ്രമവനം കളങ്കപ്പെടുത്താൻ എത്തുന്ന ശത്രുക്കളെ തുരത്താനാണ് അച്ഛൻ നിങ്ങളെ കാവൽ നിർത്തിയിട്ടുള്ളത്. ഇത് ശത്രുവല്ല, മിത്രമാണ്, ഗുരു. ഭയപ്പെടേണ്ട, അച്ഛന്റെ ഓരോ മുൻകരുതലുകളാണ്. നിന്റെ ഉദ്ദേശം ശുദ്ധമാണെങ്കിൽ നിന്നെ ഇവിടെ ആരും ഭയപ്പെടുത്തില്ല. എന്റെ ഉദ്ദേശം ശുദ്ധമാണ് കുമാര. വരണ്ട മണ്ണിനു മീതെ വീണ കനിമഴത്തുള്ളി പോലെ ശുദ്ധം. എങ്കിൽ തുടരൂ.
ഇന്നെന്തേ വരാനിത്ര വൈകിയത്? വ്യസനിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എന്തു പറ്റി കുമാര? ഒട്ടും സന്തോഷമില്ലല്ലോ. വൈശാലി, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏത് ജോലിയിൽ ഏർപ്പെടാനുള്ള അവകാശവുമുണ്ട്. പക്ഷേ എന്റെ ഭ്രമണപഥത്തിനരികിൽ നിന്ന് ഇനിമേൽ ഇത്ര മധുരമായി പാടരുത്. പാടാതെ പിന്നെ ഞാൻ വന്നത് കുമാരന് എങ്ങനെ മനസ്സിലാകും? ഇനി നീ വരരുത്. നമ്മൾ തമ്മിൽ ഇനി കാണില്ല. കുമാര, ഞാൻ കാണാൻ പാടില്ല. കാരണം നീ ഒരു സ്ത്രീയാണ്, അധമയായ സ്ത്രീ. അച്ഛനോടെല്ലാം തുറന്നു പറയാൻ തോന്നിയത് എന്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ ഒരു സ്ത്രീയായ നിന്നോടുകൂടി എന്റെ പ്രയത്നം മുഴുവൻ നഷ്ടമായേനെ. എന്റെ ജന്മം തന്നെ കളങ്കപ്പെട്ടേനെ. അച്ഛൻ സ്ത്രീയെ കുറിച്ച് പറഞ്ഞ മുഴുവൻ ലക്ഷണവുമുണ്ട് നിനക്ക്. കാപട്യം മറച്ചു വയ്ക്കാൻ മാധുര്യമുള്ള സ്വരം, ഉള്ളിലൊന്ന് വെച്ച് മറ്റൊന്ന് വിളിച്ചു പറയുന്ന മുഖം. ഈ പറയുന്ന സ്ത്രീകളിൽ ആരാണ് നീ? കളങ്കപ്പെടുത്താൻ വന്ന പിശാചോ അതോ തപം മുടക്കാൻ വന്ന അപ്സരസോ? വൈശാലിയാണ് ഞാൻ. നിന്നെ മാത്രം. ഏയ്, അടുപ്പം കൂടിയത് ബോധപൂർവമായിരുന്നെങ്കിലും അറിയാതെ നിന്നെ പ്രണയിച്ചു പോയ ഒരു മനുഷ്യ സ്ത്രീയാണ്. അതെ, സ്ത്രീ. സ്ത്രീക്ക് എന്ത് കുഴപ്പമാണ് അങ്ങയുടെ പിതാവ് കാണുന്നത്? ആദിശക്തിയും നദിയും ഭൂമിയും എല്ലാം സ്ത്രീ തന്നെയായിരുന്നു. ബ്രഹ്മാവിന് പോലും സൃഷ്ടിക്കാനേ കഴിഞ്ഞുള്ളൂ. അപ്പോഴും പിറക്കാനും വളർത്താനും ഒരു സ്ത്രീ ആവശ്യമായിരുന്നു. സ്ത്രീ കുഴപ്പക്കാരിയാണെങ്കിൽ പിന്നെ പിതാവിനെ പ്രസവിച്ചത് ഒരു സ്ത്രീയല്ലേ? കുമാരൻ പിറക്കാനും ഒരു സ്ത്രീ കാരണമല്ലേ? അല്ല, മാൻ പ്രസവിച്ചതാണ് എന്നെ. അതൊരു കെട്ടുകഥയല്ലെന്ന് ആർക്കറിയാം? അങ്ങനെ ആകാനേ തരമുള്ളൂ. സ്ത്രീയെ വില കുറച്ച് കാണിക്കാൻ കുമാരന്റെ അച്ഛൻ പഠിപ്പിച്ചു തന്ന ഒരു കള്ളക്കഥ. വൈശാലി, ഒന്നുകിൽ വനത്തിൽ മഹർഷിക്ക് കമ്പം തോന്നിയ കാട്ടാള സ്ത്രീ, അല്ലെങ്കിൽ മഹർഷിയുടെ മനസ്സിൽ മതമേൽപ്പിച്ച അബലയായ മറ്റേതെങ്കിലും സ്ത്രീ. അതായിരിക്കും അങ്ങയുടെ മാതാവ്. പ്രാപിച്ച പെണ്ണിന്റെ കുലവും നിറവും തന്റെ ബ്രാഹ്മണ്യത്തിന് കളങ്കം ചാർത്തുമെന്ന് ഭയന്ന് സ്വന്തം ജീവാംശമായ തന്റെ മകനെ മാത്രം സ്വീകരിച്ച് മാതൃഗർഭത്തെ നിഷ്കരണം തിരസ്കരിച്ച് കളഞ്ഞതായിരിക്കാം അങ്ങയുടെ ശ്രേഷ്ഠ പിതാവ്. നീ അധിക്ഷേപിക്കുന്നത് നമ്മുടെ പിതാവിനെയാണ്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ വന്നു അങ്ങയുടെ പിതാവിന് സ്ത്രീത്വത്തോട് ഇത്ര വിരോധം? സ്വന്തം അപരാധം മകന് സംഭവിക്കുമെന്ന് ഭയന്നിട്ടല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്തിനങ്ങയെ ആശ്രമവനത്തിൽ തടവിലിട്ടു? സ്നേഹം കൊണ്ടല്ല, സ്ത്രീത്വത്തിനല്ല, അങ്ങയുടെ പിതാവിന്റെ മനസ്സിനാണ് കളങ്കം. നിർത്ത്. മഹാനായ നമ്മുടെ പിതാവിനെ പഴിക്കുന്ന നീ സ്ത്രീകുലത്തിന് തന്നെ കളങ്കമാണ്. അച്ഛൻ പറഞ്ഞത് എത്ര ശരിയാണ്. മധുരമായ സംഗീതം പൊഴിച്ച നിന്റെ നാവിൽ നിന്നല്ലേ ഇത്ര നികൃഷ്ടമായ വാക്കുകൾ പൊഴിച്ചത്? ഇത്രയും കളങ്കം പൊതിഞ്ഞു വച്ച് കബളിപ്പിക്കുകയായിരുന്നു നീ നമ്മെ. കുമാര, നിന്റെ ഉദ്ദേശം നടക്കില്ലെന്ന് വന്നപ്പോൾ കാപട്യം ഓരോന്നായി പുറത്തു വരുന്നു. ആദ്യം വാക്കുകൾ, പിന്നെ ഒളിപ്പിച്ചു വെച്ച കൂർത്ത നഖങ്ങൾ, ദംഷ്ടകൾ. തർക്കമില്ല, എന്റെ തപം മുടക്കാൻ മാനസവേഷം കൊണ്ടുവന്ന പിശാചിനി തന്നെയാണ് നീ. ഇവിടെ പലതും അങ്ങയോട് പറഞ്ഞില്ലെങ്കിലും മൂടിവെച്ച ഒരു ലക്ഷ്യം എനിക്കുണ്ടായിരുന്നു. കണ്ടോ, അച്ഛൻ പറഞ്ഞത് സത്യമായില്ലേ? മൂടിവെച്ച ഒരു ലക്ഷ്യത്തോടെ തന്നെയാണ് വന്നതെന്ന് സ്ത്രീയായ നീ തന്നെ സമ്മതിക്കുന്നില്ലേ? പക്ഷേ എന്റെ ലക്ഷ്യം ശ്രേഷ്ഠമാണ്. ശ്രേഷ്ഠമാണെങ്കിൽ പിന്നെ എന്തിനു നീ മൂടിവെക്കണം നിന്റെ മറ്റൊരു കൗശലം? പറയാനുള്ള അവസരം വരുമ്പോൾ ഞാൻ അറിയിക്കാമെന്ന് കരുതി. പക്ഷേ എല്ലാ അവസരങ്ങളും നിഷേധിച്ച് കുമാരൻ എന്നെ ആട്ടിയിറക്കാൻ ശ്രമിക്കുന്നു. അരുത് കുമാര, ഞാൻ എല്ലാം പറയാം. വേണ്ട. നിന്നോടൊത്ത് കഴിയുന്ന ഒരു മാത്ര പോലും അപകടകരമാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. കള്ളങ്ങൾ കൊണ്ട് നീ ഇനിയും മായകൾ തീർക്കും. അതുകൊണ്ട് കടന്നു പോ. ഞാൻ തന്നെ ഒരു കള്ളമാണെന്ന് അങ്ങ് പറഞ്ഞു. എനിക്ക് അങ്ങയോടുള്ള പ്രണയം സത്യമാണ്. അത് നിഷേധിച്ച് പോകരുതേ. ഞാൻ അങ്ങയുടെ കാല് പിടിക്കാം. തുടരുതന്നെ. നീ മൂലം ധ്യാനത്തിന് പോലും മനസ്സ് നഷ്ടമായിരിക്കുന്ന നിലയിലാണ് ഞാൻ. ഇനിയും എന്നെ പരീക്ഷിക്കാമെന്ന് വെച്ചാൽ
ശേഷിക്കുന്ന തപശക്തി കൊണ്ട് ശാപിച്ചു നിന്നെ ശിലയാക്കി നിർത്തും ഞാൻ. അത് വേണ്ടെങ്കിൽ നീ പോ. എന്റെ തപോവനത്തിന്റെ അതിർത്തികളിൽ പോലും കാലുകുത്താതെ രക്ഷപ്പെട്ടു പോ. അടുപ്പം കൂടിയത് ബോധപൂർവമായിരുന്നെങ്കിലും അറിയാതെ നിന്നെ പ്രണയിച്ചു പോയ മനുഷ്യ സ്ത്രീയാണ് ഞാൻ. ഈ ഞാൻ തന്നെ ഒരു കള്ളമാണെന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങയോടുള്ള പ്രണയം സത്യമാണ്. അത് നിഷേധിച്ച് പോകരുതേ കുമാര. ഞാൻ അങ്ങയുടെ കാല് പിടിക്കാം. ഒരു വാട്ടക്കാരിയുടെ മുന്നിൽ മനസ്സും തപസ്സുമൊഴുകി നീ എങ്ങനെ ദേവമതം പോകും? എനിക്ക് മുന്നേ മകൻ ബ്രഹ്മദേവ സാധിക്കുമെന്ന് കരുതിയ ഈ വിഭാണ്ഡൻ ഒരു പടുവിധിയോ? എന്റെ പൂർവ്വ തേജസ്വികൾക്ക് പോലും മനസ്സിളകി പോയിട്ടുണ്ടല്ലോ അച്ഛാ, പ്രണയമില്ലാഞ്ഞിട്ട് പോലും. ഇവളോ നിന്നിൽ പ്രണയം നിറച്ച മോഹിനി വൈശാലി, ഒരു മന്ത്രിക്ക് പോലും യോഗ്യതയില്ലാത്ത ഒരു മനുഷ്യ പെൺകോരം. ഇവളോട് പ്രണയം തോന്നിയ നീ പ്രണയിക്കാൻ പോലും യോഗ്യതയില്ലാത്ത വീടനാണ്. പ്രണയം ഒരു വികാരമല്ലേ അച്ഛാ? അതിന് രൂപവും സൗന്ദര്യ ശാസ്ത്രവും ഉണ്ട്. എന്നും നമ്മെ അനുസരിച്ച് നീ ചോദ്യം ചെയ്യാൻ തുടങ്ങിയെങ്കിൽ അതിനു കാരണക്കാരി ഇവളാണ്. ഈ കുലട നിഷ്കളങ്കായ നമ്മുടെ മകന്റെ മനസ്സിൽ വിഷം നിറച്ചു നിന്നെ ഞാൻ ശപിച്ചു കല്ലാക്കി മാറ്റുമായിരിക്കും, അല്ലെങ്കിൽ ചാരം. അതിനെ നിങ്ങൾക്ക് കഴിയൂ. അല്ലാതെ കല്ലിൽ നിന്നൊരു ജീവനെ സൃഷ്ടിക്കാൻ കഴിയില്ല.
കല്ലിൽ നിന്നോ മുള്ളിൽ നിന്നോ ഒരു പൂ പോലും വിരിയിക്കാൻ കഴിയില്ല. കഴിയുമെങ്കിൽ പോലും നിങ്ങളത് ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് മോക്ഷം, അതിന് തടസ്സം നിൽക്കുന്നവരുടെ നാശം, അതാണ് നിങ്ങളുടെ നീതിബോധം. ഓഹോ, അപ്പോൾ വലിയ സ്ത്രീ സുഖ പരമ്പരയെ ഗർവോടെ അവഹേളിക്കാൻ ഇറങ്ങി തിരിച്ചവൾ തന്നെയാണ് നീ. അല്ല, അവഹേളിക്കലല്ല, രക്ഷ തേടി വന്നവളാണ് ഞാൻ. അങ്ങയുടെ മകന്റെ പ്രണയം പോലും ഒരു ലക്ഷ്യമായിരുന്നില്ല. മഴയില്ലാതെ കിടക്കുന്ന എന്റെ അംഗരാജ്യത്തിന് മഴ ലഭിക്കാൻ വേണ്ടി യജ്ഞയാഗം നടത്താൻ അങ്ങയുടെ മകൻ തന്നെ വേണമെന്ന് അഗ്നിദേവന്മാർ പറഞ്ഞതിനാൽ ഋഷ്യശൃംഗകുമാരനെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ വന്ന ദേവദാസിയാണ് ഞാൻ. കേട്ടുവല്ലോ നീ, നിന്നോടുള്ള ഇവളുടെ പ്രണയം പോലും കാപട്യമായിരുന്നു. അങ്ങയോടുള്ള പ്രണയം എന്നും സത്യം തന്നെയായിരുന്നു. എന്നിലുള്ള പരമമായ സത്യം അങ്ങയോടുള്ള പ്രണയം മാത്രമാണ്. നിർത്തൂ. ബ്രഹ്മചാരിയായ നമ്മുടെ മകന്റെ മുന്നിൽ നീ നിന്റെ പ്രണയവിശുദ്ധി വിളമ്പുന്നു. അംഗരാജ്യത്തെ വരൾച്ച നമ്മെയും നമ്മുടെ മകനെയും ബാധിക്കുന്ന പ്രശ്നമല്ല. ഇപ്പോൾ നീ ഇവിടെ വന്നതും പ്രവർത്തിച്ചതും തെറ്റ്. ഇനി ഇത്തരം കുടിലമോഹങ്ങളുമായി ഒരാളും ഈ വനഭൂമിയിൽ കാലുകുത്താനുള്ള ദുർഗതി ഉണ്ടാവാതിരിക്കാൻ നിന്നെ നാം ശിക്ഷിക്കുന്നു. എന്റെ ഉണ്ണിയുടെ മനസ്സും കീഴടക്കൂ. ഈ വനഭൂമിയും അശുദ്ധമാക്കിയ നിന്നെ നാം ശവിച്ച് ശിലയാക്കുക തന്നെ ചെയ്യും. വേണ്ട പിതാവേ, ശാസിച്ച് തിരിച്ചയക്കൂ. ഉണ്ണി, വേണ്ട, വെറുതെ തടയണ്ട. ഇന്ന് ഇവൾ, നാളെ വേറൊരുത്തി. ശിക്ഷ നൽകിയേ മതിയാവും. ശപിച്ച് ശിലയാക്കുകയാണെങ്കിൽ ഞങ്ങളെയും. അതെ, ഞങ്ങളെയും ശപിക്കൂ. ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി വന്നവരാണ് ഞങ്ങൾ. ശിക്ഷയും ഒരുമിച്ചാകട്ടെ. ഞങ്ങളെയും കൂടി ശപിച്ചോളൂ. കാണൂ, ഒരു ജനസമൂഹത്തിന് ജലം ലഭിക്കാൻ ഒരു കൂട്ടം മനുഷ്യജന്മങ്ങൾ മരിക്കാൻ തയ്യാറാകുമ്പോൾ മഴയ്ക്ക് വേണ്ടി അറിയാവുന്ന മന്ത്രങ്ങൾ ഉരുവിടാൻ നിങ്ങൾ മഹാതാപസന്മാർ മടിക്കുന്നു. ജലത്തിന് കൊതിക്കുന്ന മനുഷ്യരെ കല്ലെറിഞ്ഞ് മാറ്റാൻ ശ്രമിക്കുന്നു. ഋഷികൾക്ക് ദേവപദം പോലെ പ്രധാനമാണ് മഹർഷി. ദാഹിക്കുന്നവർക്ക് കുടിവെള്ളം. മഹർഷി, ദാഹജലത്തിനായി മരിച്ചു വീഴുന്ന രാജ്യത്ത് മഴ ലഭിക്കാൻ വേണ്ടി ജീവൻ പണയം വെച്ചു വന്ന ഒരു ജനതയുടെ യാതനയ്ക്ക് മുന്നിൽ അങ്ങ് മുഖം ധരിക്കരുത്. കഴിവ് കാട്ടണം. അങ്ങേക്ക് പുണ്യം ലഭിക്കും. അച്ഛൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ തിരിച്ചു പോകൂ. ഗുരുക്കന്മാരുടെയും ജന്മം തന്നവരുടെയും അനുഗ്രഹവും അനുവാദവും ഇല്ലാതെ നടത്തുന്ന യാഗത്തിന് ഫലപ്രാപ്തി ഉണ്ടാകില്ല. അതുകൊണ്ട് അച്ഛനെ ധിക്കരിച്ച് ഞാൻ നിങ്ങളോടൊപ്പം വന്നിട്ട് കാര്യമില്ല. ധിക്കരിച്ചിട്ട് ഞാൻ വരികയുമില്ല. വൃഷ്ടിദേവനായ ഇന്ദ്രൻ എന്നെങ്കിലും ഒരിക്കൽ അംഗരാജ്യത്തെ കടാക്ഷിക്കുമെന്ന് ആശ്വസിച്ചു പോയിക്കൊള്ളൂ. വൈശാലി, നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല. പ്രണയമെന്ന വികാരം എത്ര കണ്ട് തീവ്രവും സുന്ദരവുമാണെന്ന് നമ്മെ പഠിപ്പിച്ചത് നീയാണ്. വരാനുള്ള ജീവിതത്തിൽ അതെന്തുമാത്രം തീ കോരി ഇടുമെന്നും നീ നമ്മെ പഠിപ്പിച്ചു. ഈ വേർപാട് മരണത്തിന്റെ മറ്റൊരവസ്ഥയാണെന്ന് ഈ അവസരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു. ഇത്രയൊക്കെ നീ പഠിപ്പിച്ചതിന് നന്ദി. ഇനി നീ പോകൂ വൈശാലി. വൈശാലി, നമുക്ക് പോകാം. വരൂ വൈശാലി, അമ്മയാണ് വിളിക്കുന്നത്. വൈശാലി, വരൂ, നമുക്ക് പോകാം. നിൽക്കൂ മാതാവി. ധർമാർത്ഥ കാമമോഹങ്ങൾ, പുരുഷാർത്ഥങ്ങൾ ഏകാഗ്ര തപസ്സിലൂടെ നമ്മുടെ മകൻ ആർജിക്കണമെന്നാണ് നാം ആഗ്രഹിച്ചത്. ഏകാഗ്രതയിലൂടെ ഇപ്പോൾ പുഴ കടക്കുന്ന നിങ്ങളുടെ മകളെ പിന്തുടർന്ന് വന്നേക്കാവുന്ന എന്റെ ഉണ്ണിയുടെ മനസ്സ് ഇനി ഒരിക്കലും ഏകാഗ്രതയിൽ ലയിക്കില്ല. നിന്റെ മകളുടെ മറന്നൊന്ന വാക്കുകൾ നമ്മയും വിട്ടുപിരിയില്ല. സർവോപരി മഴയ്ക്ക് വേണ്ടി കൊതിക്കുന്ന രാജ്യത്തിന്റെ ദാഹം നമ്മയും വേട്ടയാണ്. നാം ധർമ്മം ഉദ്ധരിക്കുമ്പോൾ അധർമ്മം വെടിഞ്ഞ് നമ്മുടെ മകൻ ഋഷ്യശൃംഗനെ കൊണ്ടുപോകാൻ നാം അനുവദിച്ചിരിക്കുന്നു. എല്ലാവരും യാത്രയ്ക്ക് സജ്ജരാകും. പിതാവേ,
നീ പോകണം. യാഗം നടത്തി അംഗരാജ്യത്തെ വരൾച്ചയറ്റണം. അപേക്ഷിച്ചിട്ട് നാം അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈശ്വരൻ തന്ന സിദ്ധികൾ കുരുടന്റെ പെട്ടിയിലെ ധനം പോലെ ആകുമുണ്ണി. അച്ഛന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അതുണ്ടാകും. ഒരു നാടിന്റെ മുഴുവൻ സന്തോഷവും നിന്നോടൊപ്പം ഉണ്ടാകും. എങ്കിൽ അംഗരാജ്യത്തെ മഹാരാജാവിന് കുമാരനുള്ള യാഗദക്ഷിണയായിരിക്കും അദ്ദേഹത്തിന് ജനിച്ച മകളായ ഈ വൈശാലി. ഗൃഹസ്ഥാശ്രമത്തിൽ യോഗമുള്ളവനാണ് നീ. നിന്നെ പ്രണയിച്ച ഈ വൈശാലിയെ നീ വധുവായി സ്വീകരിക്കണം എന്ന് നാം പറയില്ല. വിഭാണ്ഡൻ കരുതലോടെ വളർത്തിയ പ്രിയപുത്രനെ ഇതോ നാം വിട്ടുതരുന്നു. മംഗളം ഭവന്തു. പുരോഹിതരെ, എല്ലാം പൂർത്തിയായി കഴിഞ്ഞല്ലോ. പരികർമ്മങ്ങൾക്ക് അങ്ങ് കുമാരന്റെ കൂടെ തന്നെ ഉണ്ടാകണം. അടിയൻ. രാജഗുരു, എല്ലാം മംഗളമായി അവസാനിച്ചാൽ മറ്റൊരു മംഗളവാർത്ത കൂടി ഈ പുരുഷാരവത്തെ സാക്ഷി നിർത്തി നമുക്ക് പ്രഖ്യാപിക്കണം. വൈശാലിയുടെ അമ്മയായ മാലതിക്ക് നാം കൊടുത്ത വാക്കാണ് നമ്മുടെ വൈശാലിയെ മുനികുമാരന് വിവാഹം ചെയ്തു നൽകുമെന്ന്. മഹാരാജൻ, അബദ്ധം വിളമ്പാം. പക്ഷേ ഐശ്വര്യം തലപ്പത്ത് വന്ന് നിൽക്കുമ്പോൾ അതിന്റെ ഭവിഷ്യത്തുകൾ ചിന്തിക്കേണ്ടതുണ്ട്. ദേവദാസി കുലത്തിൽ പിറന്ന ഒരു കുലടയാണോ അങ്ങ് മഹാബ്രാഹ്മണനായ മുനികുമാരന് ദാനം നൽകുന്നത്? ആ ഒരൊറ്റ കാരണം മതി വിഭാണ്ഡൻ ഈ രാജ്യത്തെ തന്നെ ശപിച്ച് ഭസ്മീകരിക്കാൻ. വൈശാലി കേവലം ഒരു ദേവദാസിയല്ല, നമ്മുടെ രക്തത്തിൽ പിറന്ന നമ്മുടെ രക്തം ആരുടേതായാലും പിറന്ന കുലമേതാ? അവളുടെ പാരമ്പര്യം എന്താ? ഒരഭിസാരികയുടെ പാരമ്പര്യം. അങ്ങനെയുള്ള ഒരുവളെ ആ മുനികുമാരന്റെ തലയിൽ കെട്ടിവെക്കണമെന്നുള്ള ചിന്ത പോലും ബ്രാഹ്മണ സമൂഹത്തിന് നേരെയുള്ള അധിക്ഷേപമാണ്. ഒരു ബ്രാഹ്മണ ശാപത്തിൽ നിന്നും ഇനിയും കരകയറിയിട്ടില്ലാത്ത ഈ പാണ്ഡല രാജ്യത്തിനു മേൽ ഇനിയും ഒരു ശാപമേറ്റ് വാങ്ങണോ? നോം മാലതിക്ക് കൊടുത്ത വാക്കാണ്. അത് മഹാവിഡിതമാണെന്നേ ഈ ഉള്ളവൻ പറയൂ. അങ്ങ് ആരോടാണ് പറഞ്ഞത്? ഒരു ദേവദാസിയോട്. അവൾക്ക് നൽകിയ വാക്കോ അതോ രാജ്യത്തിന്റെ രക്ഷയോ അങ്ങേക്ക് വലുത്? അങ്ങയുടെ ചിന്തകളിൽ പോലും കണ്ടതല്ലേ ഋഷ്യശൃംഖന് നമ്മുടെ പരമ്പരയിൽ സന്തതികൾ ഉണ്ടാകുമെന്ന്. ആ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഋഷ്യശൃംഖനൊപ്പം വേണ്ടത് വൈശാലിയെ അല്ല, അങ്ങയുടെ വളർത്തുമകൾ ശാന്തയാണ്. പവിത്ര രത്നങ്ങൾ തമ്മിലാണ് ചേരേണ്ടത്. മകന് വധുവാകുന്നത് കുമാരിയായ ശാന്തയാണെന്നറിയുമ്പോൾ വിഭാണ്ഡനൻ സന്തോഷിക്കും. അങ്ങനെയാവാം. പക്ഷേ വൈശാലി വില കൂടിയ ഉപഹാരങ്ങൾ നൽകി സ്വീകരിക്കാം. പറഞ്ഞതുപോലെ മനോഹരമായ ഒരു സൗധം നിർമ്മിച്ചു നൽകാം. പിന്നെ ഇനിയും അങ്ങ് മായയിൽ നിന്നും ഉണർന്നില്ലേ മഹാരാജൻ? തന്റെ തപോവനം കളങ്കപ്പെടുത്തിയ പെണ്ണിനെ അങ്ങ് സംരക്ഷണം നോക്കി പാർപ്പിച്ചിരിക്കുകയാണെന്നറിഞ്ഞാൽ വിഭാണ്ഡൻ പൊറുക്കുമോ? ഇതെന്തൊരു ധർമ്മസങ്കടമാണ്. സങ്കടപ്പെടുത്തിയതല്ല, രാജരക്ഷയ്ക്കെഴുതി പറഞ്ഞതാണ്. വിഭാണ്ഡന്റെ കോപം ശമിപ്പിക്കാനും ഒരു വാക്കുമാറ്റക്കാരനുമാണ് അങ്ങനെ ദുഷ്പേര് വരാതിരിക്കാനുമുള്ള ഒരു വഴി നാം പറയാം. ആദ്യം ചെയ്യേണ്ടത് അങ്ങയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അപവാദം പ്രചരിപ്പിക്കുവാനിടയുള്ള മാലതിയെ ഈ രാജ്യത്തിൽ നിന്നും നാടുകടത്തുക. രാജരക്ഷയ്ക്ക്, രാജ്യത്തിന്റെ യശസ്സിന് അത് മാത്രം അങ്ങ് ചിന്തിക്കുക. പിന്നെ വൈശാലി, കോപിഷ്ഠനായി വിഭാണ്ഡൻ കാണേണ്ടത് അംഗരാജ്യം മാതൃകാപരമായി ശിക്ഷിച്ച വൈശാലിയുടെ ശവമായിരിക്കണം. കഴുത്തറുത്ത് കൊല്ലരുത്. തന്റെ മകനെ മയക്കിയ മോഹിനിയെ മഹർഷിക്ക് പൂർണ്ണരൂപത്തിൽ കാണാൻ വിഷം കൊടുത്ത് കൊല്ലുക. ഇത്രയും വലിയൊരു വൻ പാതകത്തിന് നോം അനുവാദം തരണോ? ഇത്രയും നിന്ദ്യമായ നന്ദികേടിന് നോം രാജരക്ഷ എല്ലാം രാജരക്ഷയ്ക്ക് എഴുതിയാകുമ്പോൾ ഒന്നും പാതകമല്ല, രാജധർമ്മമാണ്. അങ്ങ് അനുവാദം നൽകിയാലും എല്ലാം നാം നടപ്പാക്കും. എന്തു പറയുന്നു മഹാരാജൻ?
ഇനിയൊരു ബ്രാഹ്മണ ശാപം കൂടി ഏറ്റുവാങ്ങാൻ അംഗരാജ്യത്തിന് ശേഷിയില്ല. ശാപമോക്ഷത്തിന് വേണ്ടി മറ്റൊരു വൈശാലിയെ വഞ്ചിക്കാനും നമുക്കാകില്ല. നമ്മെ ശപിച്ചാലും രാജധർമ്മം പുലരട്ടെ, നമുക്ക് സമ്മതം. അവരിങ്ങെത്താറായി. എല്ലാ അകമ്പടികളോടും കൂടി തെളിഞ്ഞ മനസ്സോടെ മുനികുമാരനെ സ്വീകരിച്ചാലും. മുനികുമാരന് അംഗരാജ്യത്തെ പ്രണാമം. വൈശാലിയുടെ പിതാവിന് നമോഭാഗം. യാഗം ആരംഭിക്കട്ടെ. പുരോഹിതരെ, മുനികുമാരനെ യാഗശാലയിലേക്ക് ആനയിക്കൂ. ക്ഷമിക്കണം, യാഗശാലയിൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതിനാൽ മാലതി, മഹാരാജാവ് നിനക്ക് വേണ്ടി പണി കഴിപ്പിച്ച പുത്തൻ മണിമാളികയിലേക്ക് എഴുന്നള്ളിയാലും. ഞാൻ ആവശ്യപ്പെട്ടിരുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട്? ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അനുസരിക്കൂ. ആരുടെ? മാലതി തമ്പുരാട്ടിയെ ഞാൻ മുമ്പ് പറഞ്ഞ ആ പുത്തൻ മണിമാളികയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകൂ. അപ്പോൾ ഞാൻ വൈശാലി, ശ്രേഷ്ഠ കുലത്തിൽ പിറന്ന മുനികുമാരനുമായുള്ള നിന്റെ വിവാഹത്തിന് മുമ്പ് നിന്നെ പവിത്രീകരിക്കുന്നതിന് വേണ്ടി ചില ശുദ്ധിക്രിയകൾ നടത്താനുണ്ട്. തൽക്കാലം അമ്മ പോയി വിശ്രമിക്കട്ടെ. എന്റെ മോള് ഭാഗ്യവതിയാണ്. നിന്റെ വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങൾ എപ്പോഴേ പൂർത്തിയായി കഴിഞ്ഞു. എന്നാൽ അമ്മ പോയി വരട്ടെ. ഒരു രാജ്യത്തിന് മുഴുവൻ ദാഹജലം എത്തിച്ച മിടുക്കിയാണ് നീ. മഹാരാജൻ യാഗശാലക്കരികിൽ അങ്ങയ്ക്ക് പ്രത്യേകം ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്. യജ്ഞാഭിഷേകത്തിനായി പ്രാർത്ഥിച്ചാലും. വൈശാലി, നീ പവിത്രീകരിക്കപ്പെടാൻ പോവുകയാണ്. എന്റെ മകന്റെ ഓർമ്മയ്ക്കായി നാം നിനക്ക് നൽകുന്ന ശുദ്ധിക്രിയ. നിന്റെ അമ്മ രാജ്യത്തിന് പുറത്തേക്ക്, നീ ഭരണത്തിലേക്ക്. പിന്നെ ഇവിടെ നടക്കാൻ പോകുന്ന ആർഭാട വിവാഹം ഋഷ്യശൃംഗനും മഹാരാജാവിന്റെ വളർത്തുമകളും. അതാ യാഗശാലയിൽ നിന്നും മുനികുമാരൻ ഇറങ്ങിപ്പോയി. വരൂ. എന്തുപറ്റി കുമാര? ഈ യാഗം നിഷ്ഫലമാണ്. മേഘങ്ങൾ ഇന്ദ്രപദത്തിൽ എത്തിയിട്ടും മഴമേഘങ്ങൾ പെയ്യാതെ മടിച്ചു നിൽക്കുന്നു. കുമാരൻ ഒരിക്കൽ കൂടി ശ്രമിക്കൂ, ഫലസിദ്ധി ഉണ്ടാകും. ഇല്ല, ബ്രാഹ്മണ ശാപത്തിന്മേൽ മറ്റെന്തോ ശാപം നിങ്ങളുടെ അംഗരാജ്യത്തെ ഗ്രഹിച്ചിരിക്കുന്നു. ആ ശാപം എന്തെന്ന് നമുക്കറിയാം, രാജഗുരുവിനും അറിയാം. നിർത്തൂ. അഗ്രജിത്തിയോട് മന്ത്രങ്ങൾ ഉരുവിടാൻ അറിയാത്ത ഈ പീറ ചെറുക്കൻ തോറ്റുപോയിരിക്കും. ഏയ്, നമ്മെ അധിക്ഷേപിക്കുന്നത് നമ്മുടെ പിതാവായ ഗുരുവിനെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഇനി നമുക്കുമേലെ അശുഭ സംഭാഷണം നടത്തിയാൽ ഹരിത് കുമാര, ഹരിത്. അംഗരാജ്യത്തിന്റെ അവസാന പ്രതീക്ഷയാണ് ഈ യാഗം. ഇതും കൂടി നഷ്ടപ്പെട്ടാൽ ഒരു വട്ടം കൂടി ശ്രമിക്കൂ കുമാര. സ്വമേധയാ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ പിന്നെ അങ്ങ് എന്തിനു ക്ലേശിക്കണം? ഇങ്ങനെ തന്നെയാ വേണ്ടത്. ഒരു നാടിന് കുടിനീരെത്തിക്കാൻ
സ്ത്രീത്വം പണയപ്പെടുത്തി എത്തിച്ച പെണ്ണിനുള്ള സമ്മാനം വിഷം. സ്വാസ്ഥ്യം നിറഞ്ഞ ഒരു മരണമാണെങ്കിൽ യാഗം അവസാനിക്കുമ്പോൾ എന്റെ അംഗരാജ്യത്തിന് മഴ ലഭിക്കും. ഞാൻ സ്വപ്നം കാണാൻ പഠിപ്പിച്ച എന്റെ കുമാരൻ ദേവദാസിയല്ലാത്ത രാജകുമാരി ശാന്തയെ വധുവായി സ്വീകരിക്കും. അതിനിടയിൽ മകളുടെ മരണമറിയാതെ എന്റെ അമ്മ ഏതോ ദിക്കിലേക്ക് നാട് കടത്തപ്പെടുകയും ചെയ്തു. മരിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു നേരം ആർക്കും കിട്ടില്ല. ജീവിക്കണമെന്ന് തോന്നലുണ്ടാകുന്ന ഒന്നും എന്നെ പിടിച്ചു നിർത്തുന്നില്ല. ഇപ്പോ യാഗം അവസാനിച്ചിട്ടുണ്ടാകും. പിന്നെ യാഗസ്ഥലമാകെ വർഷമേഘങ്ങൾ ഇരുണ്ടുകൂടും. മഴ, തോരാത്ത കണ്ണീര് പോലെ മഴ. ഞാനും ഗതികേട് കൊണ്ട് കൊലയ്ക്ക് കൂട്ടു നിൽക്കുന്ന നിങ്ങളും ഒരുപോലെ ശപിക്കപ്പെട്ടവരാ. മഴ, മഴ, നമുക്കുമേൽ പെയ്യുന്ന മഴ, അംഗരാജ്യത്തെ മഴ. എന്റെ ജീവിതം കൊണ്ട് ഞാൻ നേടിയെടുത്ത മഴ. അതാ അതാ വർഷമേഘങ്ങൾ കൂട്ടത്തോടെ ആകാശത്തോടെ നടക്കുന്നു. എന്റെ അംഗരാജ്യത്തിന് ശാപമോക്ഷം, എന്റെ അംഗരാജ്യത്തിന് ശാപമോക്ഷം ലഭിക്കുക. എനിക്ക് വല്ലാതെ തണുക്കുന്നു. വൈശാലി, ഒക്കെ നിന്റെ തോന്നല. മഴയുടെ ഒരു സൂചന പോലുമില്ല. ഒക്കെ വെറും തോന്നലാണ്. ഇരുട്ട് മൂടുന്നതാണ് കാണുന്നത്. അത് മഴയല്ല. വരണ്ടുപോയ അംഗരാജ്യത്ത് ഒരിറ്റു വെള്ളം കിട്ടാതെ നീ മരിക്കും. ആ മുനികുമാരന്റെ യാഗവും നിന്റെ ജന്മവും എല്ലാം വ്യർത്ഥം. ഇല്ല, എന്റെ ജന്മം വ്യർത്ഥമായിക്കൊള്ളട്ടെ. പക്ഷേ എന്റെ കുമാരന്റെ യാഗം വെറുതെ ആയിക്കൂടാ. എന്റെ കുമാരനെ രക്ഷകനായി കണ്ട ജനത്തിന് വൈശാലിയുടെ അരഞ്ഞാണത്തലയിൽ കുരുങ്ങിയെത്തിയ വെറുമൊരു പെൺകൂന്തനായിക്കൂടാ. എന്റെ കുമാരന്റെ ദൃഷ്ടിബന്ധങ്ങൾക്ക് മുമ്പിൽ മടിച്ചു നിൽക്കുന്ന വാദ്യമേഘങ്ങളെ, ഒരു പെണ്ണിന്റെ കണ്ണീര് മുഴുവൻ തരാം. ഒന്ന് പെയ്യൂ. വരണ്ടുപോയ ഈ മണ്ണിനു മീതെ ആവശ്യം കഴിഞ്ഞാൽ ചവിട്ടി അരയ്ക്കപ്പെടാൻ മാത്രം വിധിക്കപ്പെട്ട പെൺവർഗത്തിന് മേൽ ഒന്നാർത്ത് പെയ്യൂ. എന്റെ കുമാരൻ, എന്റെ കുമാരൻ. മഴ, മഴ, ഹായ് മഴ, അംഗരാജ്യത്ത് മഴ. വൈശാലി, വൈശാലി, മഴ, വൈശാലി, വൈശാലി. അപാരിതയായ സ്ത്രീയുടെ കണ്ണീരിന് മുന്നിൽ പ്രകൃതിയുടെ രോഷമാണ് ഈ മഴയെന്നറിയാതെ ആഹ്ലാദിക്കുന്ന വിഡ്ഢിക്കൂട്ടങ്ങൾ. അതെ, എല്ലാവരും